ഇന്നലെ രാത്രി 35 മിനിറ്റോളം നീണ്ടുനിന്ന പാകിസ്ഥാന്റെ ആക്രമണത്തിൽ അതേ നിമിഷത്തിൽ തന്നെയാണ് ഇന്ത്യ തിരിച്ചടി നൽകിയത്. അത് പാകിസ്ഥാന് ഏൽപ്പിച്ചത് കനത്ത ആഘാതവും. അതിന്റെ കാരണങ്ങൾ ഇതാണ്. പാകിസ്ഥാന്റെ F-16 വിമാനം ഇന്ത്യ തകർത്തു. അത് അമേരിക്ക പാകിസ്ഥാന് നൽകിയതാണ്. ഒരു തരത്തിലും സൗഹൃദ രാഷ്ട്രങ്ങൾക്കെതിരെ ഉപയോഗിക്കരുത്, ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ മാത്രമേ ഉപയോഗിക്കാനാവൂ എന്ന കരാർ നിലനിൽക്കെയാണ് പാകിസ്ഥാൻ F-16 വിമാനം ഇന്ത്യയിലേക്ക് പറത്തിയത്. അതിന്റെ ഫലം അത് നിലംപതിച്ചതാണ്. ഒപ്പം ചൈന നൽകിയ J-17 രണ്ട് വിമാനങ്ങൾ, ആ രണ്ട് വിമാനങ്ങളെയും ഇന്ത്യ തകർത്തെറിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ പാകിസ്ഥാൻ ഒരു നിരീക്ഷണ വിമാനവും നിലം പൊത്തിയിട്ടുണ്ട്. ഒപ്പം പാകിസ്ഥാനേറ്റ കനത്ത ആഘാതങ്ങൾ ഇങ്ങനെയാണ്. 2 പാക് പൈലറ്റുമാർ ഇന്ത്യയുടെ പിടിയിലായിരിക്കുന്നു എന്നതാണ്. തീർച്ചയായും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം, പ്രതിരോധ മന്ത്രാലയം അടുത്ത നിമിഷങ്ങളിൽ, വരും മണിക്കൂറുകളിൽ ഇക്കാര്യങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറം ലോകത്തെ അറിയിക്കുന്നതാണ്. പ്രതിരോധത്തിന് പിന്നാലെ തന്നെ ഇന്ത്യ തിരിച്ചടിയിലേക്ക് പോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ തിരിച്ചടി ഇസ്ലാമാബാദിലേക്കും ലാഹോറിലേക്കും പറന്ന ഡ്രോണുകളായിരുന്നു. പല വിധത്തിൽ ആ ആക്രമണങ്ങൾ അവിടെ ഇന്ത്യ ആസൂത്രണം ചെയ്തു. അത് നിമിഷ നേരം കൊണ്ട് സംഭവിച്ചതാണ്. ഒറ്റ ദിവസം ലാഹോറിൽ 2 തവണ ഇന്ത്യൻ ആക്രമണം ഉണ്ടായിരുന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ഒപ്പം തന്നെ പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിലെ ആകാശത്ത് ഇന്ത്യൻ ഡ്രോണുകൾ വട്ടമിട്ട് പറക്കുന്ന കാഴ്ച, ഇന്ത്യൻ ഡ്രോണുകളുടെ പ്രഹരമേൽക്കുന്ന കാഴ്ച കണ്ടു. പാക് പ്രധാനമന്ത്രിയുടെ വീടിനടുത്തുപോലും, ഷഹബാസ് ഷെരീഫിന്റെ വീടിനടുത്ത് പോലും ഇന്ത്യൻ ആക്രമണം ഉണ്ടായിരുന്നത് ഇന്ത്യയുടെ തിരിച്ചടി എത്രത്തോളം ശക്തമായിരുന്നുവെന്ന് പാകിസ്ഥാനെ ബോധ്യപ്പെട്ടു.